Hi, Hi, welcome back to Tingle Twins Times. It's me Subhana Afzal. it's me അഫ്സൽ. സുൽത്താൻ അഫ്സൽ ഇല്ല. നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു നാട്ടിലേക്ക് പോരുന്ന അതായത് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ നമ്മളുടെ ലിങ്കിൽ കണക്ട് ചെയ്ത് നമ്മൾ പേജിൽ പോയിട്ട് ചാനൽ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങളെ ക്വാറൻറ്റൈനാണ് ഇപ്പോൾ. മാൻഡേറ്ററി ആണല്ലോ 7 ദിവസം ക്വാറൻറ്റൈൻ. അപ്പോൾ ഞങ്ങളിവിടെ ക്വാറൻറ്റൈൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നമ്മളെ ഫസ്റ്റ് ഡേ ക്വാറൻറ്റൈൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഞങ്ങളെ ക്വാറൻറ്റൈൻ ഡേയ്സിലെ വിശേഷങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ദിവസമാണ്. എന്താണ് പിന്നെ എന്താണ് രാവിലെ ഞങ്ങൾ ചായ കുടിച്ചു. അതെ, ജസ്റ്റ് ഒരു ചായ കുടിച്ചോളൂ. പിന്നെ ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ചപ്പാത്തി തന്നെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ നമ്മൾ ഇവിടെ നിൽക്കണമെന്നുള്ള പറയാം. ഞങ്ങളുടെ വീട്ടിലല്ല നിൽക്കണത്. എൻ്റെ വാപ്പാടെ പെങ്ങളുടെ വീട്ടിലാണ്, അമ്മയുടെ വീട്ടിൽ. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇന്നലെ ഉമ്മയും വാപ്പയൊക്കെ വന്നിട്ട് സൗകര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഫുഡ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള എല്ലാ ഐറ്റംസും റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് നമുക്ക് നടന്ന് കാണാനൊക്കെ ഉണ്ട്. അതെ അതെ. അപ്പോൾ കാണിക്കാം. ഇത് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ ആമണ്ടൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് പുതുമനപ്പറമ്പ് എന്ന് പറഞ്ഞ ഏരിയയാണിത്. ഇതും ഒരു ഗ്രാമമാണ്. അങ്ങനെ വലിയ തിക്കും തിരക്കൊന്നുമില്ല. കാമൻകോയറ്റ് സിമ്പിള് സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ വന്നിപ്പോൾ പുറത്ത് ഇരിക്കുകയാണ് വിത്ത് നമ്മളുടെ ഫുഡ് എടുത്ത് വെച്ചു. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി, പിന്നെ കറി രാവിലെ ഉണ്ടാക്കിയതാണ്. കടലക്കറിയും ചപ്പാത്തിയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉച്ചക്ക് ഇതേപോലെ തന്നെ ഞങ്ങൾ എന്താണെന്നുള്ളത് നമ്മളെ വീഡിയോയിൽ തുടർന്ന് കാണിക്കും. ഓക്കെ, പിന്നെന്താ അപ്പോൾ ഇപ്പോൾ UAE-ന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും എല്ലാവർക്കും കുറേ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ട്, അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യണോ ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ. പക്ഷേ UAE-ൽ അല്ല, ദുബൈയിൽ എയർപോർട്ടിൽ ടെസ്റ്റ് ഇല്ല. നമ്മുടെ നെടുമ്പാശ്ശേരിയിലും ടെസ്റ്റ് ഇല്ല. ഇവിടെ വന്ന് 7 ദിവസം ക്വാറൻറ്റൈൻ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ടെസ്റ്റ് ചെയ്താലും നമ്മൾ 7 ദിവസം ക്വാറൻറ്റൈൻ. അതായത് അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തായാലും ഇവിടെ കേരളത്തിൽ നമ്മൾ ഇതുവരെ അത് ചേഞ്ച് ആയിട്ടില്ല. 7 ദിവസം തന്നെ നമ്മൾ ക്വാറൻറ്റൈൻ ഇരിക്കണം. 7 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഹെൽത്തിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വരും ടെസ്റ്റ് ചെയ്ത്. നമ്മളിവിടെ വന്ന് ദിവസം നമ്മൾ ഹെൽത്തിലേക്ക് വിളിച്ച് പറയണം, നമ്മളിങ്ങനെ ഇന്ന വീട്ടിൽ ക്വാറൻറ്റൈൻ ഇരിക്കുന്നുണ്ട് എന്ന് വിളിച്ച് പറയണം. അപ്പോൾ അതിനുശേഷം 7 ദിവസം കഴിയുമ്പോൾ കറക്റ്റ് അവർ നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾ വന്ന് ടെസ്റ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്, വന്നോളാൻ പറഞ്ഞിട്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്യുക. 24 മണിക്കൂറിന് മുമ്പ് റിസൾട്ട് വരും. നമ്മൾ അടുത്ത 8ാമത്തെ ദിവസം നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ പുറത്തിറങ്ങാം. അങ്ങനെയാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഡൗട്ടുണ്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ. എൻ്റെ അടുത്ത് തന്നെ കുറേ പേര് മെസ്സേജൊക്കെ ചോദിച്ചു, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെങ്കിലും ഇപ്പം എങ്ങനെയാണ് അവിടെ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ടെസ്റ്റ് നമുക്കില്ല. നമ്മൾ ക്വാറൻറ്റൈൻ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കോവിഡ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഇപ്പം ക്വാറൻറ്റൈൻ ഇല്ല എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റായ ഒരു ധാരണയാണ്. ക്വാറൻറ്റൈൻ ഉണ്ട്. അതെ, ഞങ്ങൾ ട്രാവൽ ചെയ്തത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 9 മണിയോടെ രാത്രി 9 മണിക്ക് ഇവിടെ എത്തി. അപ്പോൾ അന്ന് മുതൽ ക്വാറൻറ്റൈൻ സ്റ്റാർട്ടഡ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ദിവസം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ ആരും വരാൻ പാടില്ല. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പാരൻസ് അങ്ങനെ ആരും വരാൻ പാടില്ല. പകരം ടാക്സിയാണ് അറേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ടാക്സിക്കാരെ മാത്രമാണ് അവിടെ എയർപോർട്ടിലേക്ക്. ടാക്സിയിലും പ്രോട്ടോകോൾസ് ഉണ്ട്. അതായത് ഫ്രണ്ട് സീറ്റ് ഡ്രൈവർ സീറ്റും ബാക്കിൽ പാസഞ്ചർ സീറ്റും സെപ്പറേറ്റ് ക്യാബിൻ ചെയ്തിട്ടുള്ള വണ്ടികൾക്ക് അവിടെ വന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ പറ്റും. അകത്തേക്ക് പ്രവേശനം ഉള്ളൂ. അപ്പോൾ നമ്മൾ വേറെ ആരും വന്നിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ കയറ്റില്ല. നമുക്ക് ടാക്സിയിൽ തന്നെയാണ് പോരാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് ടാക്സി അറേഞ്ച് അവിടെ ചെയ്ത് നമുക്ക് ടാക്സി അറേഞ്ച് ചെയ്ത് തരും.
അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെക്കുമ്പോൾ ടാക്സി ആ ടൈമിൽ വരും. ഞങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ഞങ്ങൾ ലഗേജ് കിട്ടി ഇറങ്ങിയപ്പോഴേക്കും പുള്ളി വന്ന് ഞങ്ങൾ പിക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താണ്, ആരും വീട്ടിൽ നിന്ന് വന്ന് പിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യണതൊന്നും കാണിക്കാൻ അത്ര ഒന്നുമില്ല, വീഡിയോ ലെങ്ത് ആയി പോകും കാര്യം. അതെ, അപ്പോൾ ചെറുതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കാണിക്കുകയാണ്. ഇത് വേറെ ഒന്നല്ല, നമ്മളെ നാടൻ മറ്റേ ഏത്തപ്പഴം, ഈസി റെസിപ്പി ആയിട്ടുള്ള ഏത്തപ്പഴവും മറ്റേ മുട്ട ചിക്കിയതും കൂടി. നെയ്യ് ഒഴിക്കും നമ്മുടെ. ഇപ്പം നെയ്യ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാരയും ഇടും. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ മറ്റേ പഴം, ഏത്തപ്പഴം ആവശ്യമുണ്ട്. ഏത്തപ്പഴം കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്ത് അതിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് പിന്നെ കുറച്ച് പഞ്ചസാര ഇടും. ചിലർക്ക് അറിയണതായിരിക്കും എന്ന് വിചാരിക്കുന്നു, ചിലർക്ക് ഇത് കഴിച്ച് പരിചയമുണ്ടാവില്ല. നല്ലൊരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് വിശപ്പൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഉച്ചയ്ക്ക് നമ്മളെ കൊണ്ടുചേട്ടൻ്റെ ഫുഡുണ്ട്, അത് വരുന്നവരെ പിടിച്ചെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കിയതാണ്. ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ രാവിലെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷായി പിന്നെ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡിൻ്റെ പരിപാടിയിലേക്ക് കടന്നേക്കാണ്. ഉച്ചയ്ക്ക് ഇന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളുടെ നൈബറായിട്ടുള്ള കുട്ടച്ചേട്ടൻ്റെ മകൾക്ക് MBBS മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് ആ ഒരു സന്തോഷത്തിൻ്റെ വലിയ അവർ ഇന്നത്തെ ഫുഡ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കേണ്ട, ഞങ്ങളുടെ വകയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുതന്ന ബിരിയാണിയാണിത്. കഴിച്ച് നോക്കാൻ പോകുന്നുള്ളൂ, കണ്ടിട്ട് നല്ല രസമൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കഴിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ക്വാറന്റൈൻ കഴിയുന്ന വീട് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ അമ്മായിയുടെ വീടാണിത്. ഇത് നിൽക്കുന്നത് പുതിനപ്പറമ്പ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. പശുവിൻ്റെ നല്ല സൗണ്ട്. പശുവൊക്കെ ഉണ്ട്, അപ്പുറം വേറെ വീടുകളൊക്കെ ഉണ്ട്, അയൽപക്കക്കാരൊക്കെ ഉണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഗേറ്റ്. ഇത് ഒരു നല്ല വീടാണ്. ഈ വീട് ഏകദേശം ഒരു 15-20 വർഷം പഴക്കമുണ്ട്. ഇവിടെ നമ്മളെ അമ്മായിയുടെ മോൻ എൻ്റെ ഇക്ക ഗഫൂർക്ക ഷെറീൻത്ത അബുദാബിയിലാണ് ഉള്ളത്. അവർ വെതർഫോർഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽഡാണ്. അതെ, അതാണ് ഈ വീടിൻ്റെ ബാക്ക് സൈഡ്. കുറച്ച് വൃത്തി ശുദ്ധീകരണമൊക്കെ നടത്തി ഞങ്ങൾ. അങ്ങനെ ഇതിൻ്റെ ബാക്ക് സൈഡ് അങ്ങനെ ഇവിടെ കുറച്ചൊരു വിറക് വരെയൊക്കെ ഉണ്ട്. കുറച്ച് പെരുമാറാനൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു കോഴിക്കോടൊക്കെ ഉണ്ട്. കോഴിക്കോട്ടിൽ ആരുമില്ല. ഇതാണ് വീടിൻ്റെ പരിസരം. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഹോള്. ഞങ്ങൾ നേരെ കൊണ്ടുവന്ന് ലഗേജ് ഒക്കെ ഇവിടെ തന്നെയാണ് വെച്ചേക്കുന്നത്. ലഗേജൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ വേണം ഇതൊക്കെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ. കുറേയൊക്കെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ തന്നെയാണ്. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സ്വീറ്റ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇവിടെ ഷോക്കേസൊക്കെ ഉണ്ട്, അതിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അനിയത്തിയുടെ പഴയ ഫോട്ടോ തക്കടു ഐഷ. പിന്നെ ഇവിടെ ഒരു റൂം. ഇതിൽ ഈ വീട്ടിൽ 3 റൂമാണുള്ളത്. ഈ റൂം, ഇതാണ് റൂം. അമ്മയുടെ റൂമാണെന്ന് തോന്നുന്നു. അതെ, ഇവിടെ ആളില്ലാത്തതുകൊണ്ട് ഇവിടെ അങ്ങനെ പെരുമാറ്റമൊക്കെ കുറവാണ്. ഇത് അടുത്ത റൂം. പിന്നുള്ളത് ഒരു റൂം പോലെ. പക്ഷെ ഇപ്പൊ ആളൊന്നും ഇല്ലാത്തോണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ വെച്ച് അടിപൊളി ഒരു പഴയ ബുള്ളറ്റ് ഉണ്ട്. അത് ഇനി നമ്മുടെ അവിടെ തുണി വിരിക്കുന്ന സാധനം എനിക്കൊന്ന് ചെറിയ ഇങ്ങോട്ട് കൊണ്ടുവന്നു.
അങ്ങനെ ഇത് പുറത്തുനിന്നൊരു ഡോറുണ്ട് നേരെ വിസിറ്റിംഗ് റൂമിലേക്ക് വരാനായിട്ട്. അന്നത്തെ പ്ലാൻ അനുസരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, വാഷ് ബേസിൻ, പിന്നെ ഇത് നമ്മളെ ഹോളിൽ നമ്മൾ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കിച്ചൺ കാണിക്കാം. അതിന് മുമ്പ് ഒരു ബെഡ്റൂം കൂടെ. ആണല്ലോ, ഒരു ബാത്റൂമും ഉണ്ട് അറ്റാച്ച്ഡ്. അതെ, ആണ് നമ്മളുടെ ഇക്കയും ഇത്തയും. പഴയ ഫോട്ടോ ആണ്. ഇതവരുടെ മോള്. 3 പിള്ളേരുണ്ട്, 2 ആൺപിള്ളേരും 2 പെൺപിള്ളേരും 1 ആൺകുട്ടിയും. അപ്പോൾ ഇതാ ചപ്പാത്തിയും കടലക്കറിയും കഴിക്കാൻ ഞങ്ങൾ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളൂ. അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. കടലക്കറി ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ടേസ്റ്റ്. ഇവിടെ നമ്മളെ വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും നമ്മളെ ഉമ്മ അതുപോലെ തന്നെ വാപ്പയും സാധനങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ടായി ഇവിടെ. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എന്ത് പറഞ്ഞാലും വിളിച്ചു പറഞ്ഞാൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അയൽവക്കാരൊക്കെ നമ്മളുടെ റിലേറ്റീവ്സ് തന്നെയാണ്. ഇവിടെ എൻ്റെ തറവാട്, എൻ്റെ വാപ്പക്കാലം താമസിച്ചിരുന്ന സ്ഥലം ഇതിന് തൊട്ട് പുറകിലാണ്. അവിടെ നമ്മുടെ വീട്. അങ്ങനെ മതി. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ക്വാറന്റൈൻ തേർഡ് ഡേ ആയിട്ട് ഇന്ന് ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ കടല, പിന്നെ കടലക്കറി, ദോശ ആണ് ഉണ്ടാക്കിയത്. ദോശ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ദോശ അല്ല, എന്താ നമ്മുടെ ഉഴുന്നൊക്കെ അരച്ചിട്ടുള്ള ദോശ അല്ല, അത് വേറെ ദോശ. ഇത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള മുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ച് ദോശ. നല്ല ദോശയാണ്. അത് കടല റോസ്റ്റിന് നല്ല രസമുള്ള സംഭവം. ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. രാവിലെ ഞങ്ങൾ അത് കഴിഞ്ഞ് എപ്പോഴും എല്ലാം കാണിക്കണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ മൊത്തം ക്വാറന്റൈൻ ഞങ്ങൾ ചുരുക്കി മൊത്തത്തിൽ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, മുമ്പ് നിങ്ങൾ ഇതിൻ്റെ മുമ്പ് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഫുഡ് ഇന്ന് ഉച്ചക്കൽ ഞങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പറഞ്ഞോ. അതെ, ഇന്ന് ബിരിയാണിയാണ്. അതായത് നമ്മൾ ഈ വീട്ടിൽ എൻ്റെ അമ്മായിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്, നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പോൾ അമ്മായിയുടെ വകയായിട്ട് അമ്മായിക്ക് ഭയങ്കര നിർബന്ധം ഫുഡ് അമ്മായി തന്നെ മേടിച്ചു തരണം എന്നുള്ളത്. അങ്ങനെ അമ്മായി ഓർഡർ ചെയ്തിട്ട് 2 ബിരിയാണി ഇവിടെ വന്നിരിപ്പുണ്ട്. ബിരിയാണി, കച്ചമ്പറ എല്ലാം പാക്കഡാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഫുഡ് എനിക്ക് തോന്നുന്നത് ഹോട്ടൽസ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം നമുക്ക് പുറത്തിറങ്ങിയിട്ടില്ല വന്നതിന് ശേഷം. അപ്പോൾ കൂടുതലും പാർസൽസാണ്. അപ്പോൾ അതുകൊണ്ട് പാർസലാണ് മേടിച്ചിട്ടുള്ളത്. വീട്ടിലേക്കും നമുക്ക് ഇവിടേക്കും ഇന്ന് അമ്മയുടെ വക ബിരിയാണി മേടിച്ചേക്കാണ്. അപ്പോൾ അത് കഴിക്കാനുള്ള പരിപാടിയാണ്. ബിരിയാണി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം അല്ലേ? ബിരിയാണി ഓപ്പൺ ആക്കാൻ പോവാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് കൊണ്ടുവന്ന തട്ടുപാത്രമൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓണാക്കിയാ? ഓക്കെ, ഇതാ നമ്മൾ ചൂട് ബിരിയാണിയാണ്. നമ്മൾ ചെറിയ റൈസ് കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണി. സുബാനക്ക് ഇതേപോലെ ചെറിയ റൈസ് കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ് ഇഷ്ടം. പീസുകളുണ്ട്, ചെറിയ പീസുകളുണ്ട്. 2 പീസ് ഇപ്പോൾ കിട്ടി. ക്വാണ്ടിറ്റി എല്ലാം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം. ഇപ്പോൾ ഇതൊരു ഹാഫ് പോർഷൻ ഇട്ടപ്പോൾ തന്നെ നമ്മൾ പ്ലേറ്റ് ഏകദേശം ആയിട്ടുണ്ട്. കഴിച്ച് നോക്കിയിട്ട് ബാക്കി ഇടാം. സ്റ്റോപ്പ്. ഇതിപ്പോൾ ബാഗിലൊക്കെ വന്നിട്ടുള്ളത്. നാട്ടിൽ പാർസൽ കൊടുത്ത ആൾക്കാർക്ക് ഇപ്പോൾ നല്ല നോളജ് ആയതിനെ പറ്റി. ഓക്കെ, നാരങ്ങാച്ചാറാണ്. അതിൻ്റെ കുറച്ച് പപ്പടം കൂടെ ഉണ്ടെങ്കിൽ സംഭവം ഉഷാറായിരുന്നു. കുഴപ്പമില്ല. ഇതൊന്നുണ്ടായില്ല. കഴിക്കാൻ മതി. ഓക്കെ, അപ്പം നമുക്ക് കഴിച്ച് നോക്കാം. നല്ല നല്ല അടിപൊളി വേവുള്ള പീസാണ്. കുറച്ച് തൈര് എടുക്കുക, കുറച്ച് അച്ചാറിൻ്റെ പീസ് ഇങ്ങനെ വെക്കുക.
നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആയിക്കോട്ടെ. മസാല കുറച്ച് കുറവാണ്, പക്ഷെ പീസ് നല്ല രസമുണ്ട്, റൈസ് നല്ല രസമുണ്ട്. ചെറിയ അരിയുടെ നല്ല മസാല അധികമില്ല, എനിക്ക് ഇഷ്ടമായിക്കുന്ന മസാലകളാണ്, പക്ഷേ നല്ല രസമുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് ക്വാറന്റൈൻ 7ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ജയിലിൽ നിന്ന് റിലീസായി. ഞങ്ങൾ ക്വാറന്റൈൻ്റെ ലാസ്റ്റ് ദിവസം ഞങ്ങൾ ഇന്ന് രാവിലെ പോയിട്ട് മറ്റേ കോവിഡ് ടെസ്റ്റ് ചെയ്തു. ഉച്ചയായപ്പോഴത്തേനും റിസൾട്ട് വന്നു. സ്വാബ് ടെസ്റ്റാണ് ചെയ്തത്. അൽഹംദുലില്ലാ നെഗറ്റീവാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഉഷാറായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മഴ വീട്ട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് നമ്മൾ വന്ന പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴേ വീട്ടിൽ പോകാൻ പോകുന്നുള്ളൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഇവിടെ എത്തിയത്. നമ്മളിവിടെ വന്നിട്ട് നമ്മളെ വീട്ടിലേക്കൊക്കെ വീഡിയോ കോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, പിന്നെ അവരൊക്കെ നേരിട്ട് പോയി ഒന്ന് കാണട്ടെ, ആ സന്തോഷത്തിലും ത്രില്ലിനൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പോൾ ടെസ്റ്റിന്റെ ഇതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. മറ്റേ ഫോം ഫില്ല് ചെയ്യണം. അതായത് നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 രീതിയിലുള്ള ടെസ്റ്റാണ് ഉള്ളത്. ഒന്ന് ആൻറ്റിജൻ ടെസ്റ്റ്, പിന്നെ PCR ടെസ്റ്റ്. അതായത് RC-PCR അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റ് ആണെങ്കിൽ നോർമൽ ടെസ്റ്റാണ്, നമ്മളുടെ സ്വാബ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മൂക്കിൽ സ്രവം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് റിസൾട്ട് വരും, 4 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് ആവും. ഗൾഫിൽ നിന്ന് വന്നവർക്ക് ചെയ്യാനുള്ളത്, ക്വാറന്റൈനിൽ ഇരുന്നതിന് ശേഷം ചെയ്യേണ്ട ടെസ്റ്റ് അതാണ്. പിന്നെ മറ്റേതും ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ ഇത് ചെയ്താലും മതി. അതെ, ഇതിന് വരുന്ന ചാർജസ് 625, അതെ 625 ആണ് വരുന്നത്. മറ്റേ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 2100. അതെ. അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോവാണെങ്കിൽ മസ്റ്റായിട്ട് മറ്റേതാണ് ചെയ്യേണ്ടത്. മറ്റേ തന്നെ ചെയ്യണം, അത് നിർബന്ധമാണ്. നമുക്ക് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമുക്ക് സ്വാബ് ടെസ്റ്റ് മതി. അങ്ങോട്ട് പോകുമ്പോൾ മസ്റ്റായിട്ടും തന്നെ ചെയ്യണം. പിന്നെ നമ്മളെ റിസൾട്ട് ഞങ്ങൾ രാവിലെ 11 മണിക്ക് പോയിട്ട് ഒരു 12 മണിയാകുമ്പോഴത്തേനും ചെയ്ത്, അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച് ഇരുന്ന് റെസ്റ്റ് എടുത്തപ്പോഴത്തേനും നമ്മളെ റിസൾട്ട് വന്നു. അപ്പോൾ ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മളുടെ ഹെൽത്തിൽ ഓൾറെഡി നമ്മൾ റിപ്പോർട്ടഡാണ് നമ്മളിങ്ങനെ വന്നിട്ട് ക്വാറന്റൈൻ ഇരിക്കുന്നുള്ളത്. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ അവർക്ക് നമ്മൾ ആ റിസൾട്ട് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഹെൽത്തിൽ ആരായിട്ടാണോ കോൺടാക്ട് ഉള്ളത് അവർക്ക് അത് ബൈ വാട്സാപ്പ് നമ്മൾ ഹെൽത്തിലേക്ക് വിളിച്ച് പറയണം നമ്മളിങ്ങനെ വന്ന് ക്വാറന്റൈൻ ഇരിക്കേണ്ടെന്ന്. അപ്പോൾ അത് അവർ നോട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് കഴിയുമ്പോൾ അവരെ ഒന്നുകൂടി വിളിച്ച് പറയണം, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് നെഗറ്റീവാണ്, ഞങ്ങളപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതാണ് അപ്പോൾ പ്രൊസീജിയർ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് നമ്മളുടെ സാധനങ്ങളും പെട്ടി സാധനങ്ങളും പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് 7 ദിവസം കഴിയാൻ വേണ്ടിയുള്ള കുറേ ഐറ്റംസൊക്കെ വാപ്പൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തിരിച്ച് അവിടേക്ക് എത്തിക്കണം. അപ്പോൾ ഞങ്ങൾ ബൈക്കിനാണ് ഇന്ന് പോയത് ടെസ്റ്റ് എടുക്കാനായിട്ട്. സാധനങ്ങൾ ഒരുപാടുള്ള കാരണം ബൈക്ക് കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട് കാർ എടുത്ത് വന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് പോകും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഇത്രയും ദിവസത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ എന്തായാലും ഞങ്ങൾക്ക് ഈ വീട് ഇവിടെ നിൽക്കാൻ ക്വാറന്റൈൻ ആയിട്ട് നിൽക്കാൻ തന്ന ഗഫൂർക്കാക്ക് അതെ നമ്മൾ കാണിക്കാണ്. എന്നിരുന്നാലും ഒരുപാട് താങ്ക്സ്. ഓക്കെ, കൊച്ചമ്മയ്ക്ക് അതെ അമ്മയുടെ വീട്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങൾ 7 ദിവസം ഇരുന്നെങ്കിലും 7 ദിവസം കംപ്ലീറ്റ് ആയിട്ട് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിച്ചില്ല. കാരണം പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ലെന്ന് അറിയാം. ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ വെറുതെ റെസ്റ്റ് എടുക്കുന്നു, വർത്തമാനം പറഞ്ഞിരിക്കുന്നു, ഇതൊക്കെ തന്നെ ഉള്ളൂ. ചെറിയ രീതിയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ഒരു വീഡിയോ ആണ് അതിന് ഇട്ടിട്ടുള്ളൂ. അപ്പോ കൂടുതൽ ഇട്ട് ബോറടിപ്പിക്കാനായിട്ട് നമ്മളൊന്നും ചെയ്യണില്ല പ്രത്യേകിച്ച്. പിന്നെ വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഫുള്ള് വർക്കിലായിരുന്നു. ഇപ്പൊ ദുബായിൽ ഇപ്പൊ 5 ദിവസം ലീവ് ആയതുകൊണ്ടാണ് ഇന്ന് ഫ്രീ ആയിരിക്കുന്നത്. അപ്പോൾ വർക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ക്വാറന്റൈനിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.